3 മിനിറ്റേ ഉള്ളൂ. വേഗം ശ്രീ BRM ഷഫീർ, പെട്ടെന്നുള്ള മറുപടി. അങ്ങേക്കുള്ള മറുപടി ഖാർഗെ നൽകിയിട്ടുണ്ടെന്നാണ് പ്രകാശ് മാഷ് പറഞ്ഞത്. അങ്ങയുടെ പ്രതികരണം. ഒരു ശബ്ദ തടസ്സമുണ്ട്, അങ്ങേലേക്ക് വരാം. ശ്രീ KVS ഹരിദാസ്, ഒരാളെയും തോൽപ്പിക്കാനല്ല നാളത്തെ സമരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോധ്യം എന്താണ്? എന്ന് വെച്ചാൽ മോദിയെ തോൽപ്പിക്കാനല്ല, BJP-യോടൊരു എതിർപ്പുമില്ല, കേന്ദ്ര സർക്കാരിനോട് എതിർപ്പില്ല, അർഹതപ്പെട്ടത് തരൂ എന്നൊരു അഭ്യർത്ഥന മാത്രം. അതാണോ നിങ്ങളുടെ ബോധ്യം? അല്ല വേണു, അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാ കോടതി പോയത്? അല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരാളെയും തോൽപ്പിക്കാനല്ല എന്ന് പിണറായി പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയ അർത്ഥം എന്താണ്? അല്ല, പിണറായി വിജയൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഞാൻ അത് തന്നെ വിചാരിക്കുന്ന ഒരാളാ. രാഷ്ട്രീയ സമരങ്ങളുടെ കാലഘട്ടമല്ല ഇത്. രാഷ്ട്രീയ സമരം കൊണ്ട് ഒന്നും നേടാനും അല്ലെന്നേ. CMRL, KSIDC, ഇനി എക്സാലോജിയിലേക്ക് കയറിയാൽ മതി. അല്ലെന്നേ, നിങ്ങള് അല്ല, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ തീരുമാനം വരുന്നു 5-ാം ദിവസം CMRL-ൽ, 5-6 ദിവസങ്ങൾ അവിടെ, 7-ാമത്തെ ദിവസം KSIDC, 8-ാമത്തെ ദിവസം ഒരാളെയും തോൽപ്പിക്കാനില്ല എന്നൊരാള് മുൻകൂട്ടി പറയുന്നു. അതെന്തിന്റെ സൂചനയാണ് KVS? വേണു അങ്ങനെ ഒന്നും കരുതണ്ട. അത് പിണറായിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ വഴിയേ പോകും. ശരി, ഒരു സംശയം വേണ്ട. അതിന്റെ വസ്തുത അറിയണമെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി. ശരി, BRM, താങ്കളുടെ വാദഗതികൾക്കെല്ലാം ഖാർഗെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രകാശൻ മാഷ് പറഞ്ഞത്. താങ്കളുടെ പ്രതികരണം വേഗം. സാങ്കേതിക പ്രശ്നമുണ്ട്. അവസാനമായി പ്രകാശൻ മാഷ്, രാഷ്ട്രീയ സമരങ്ങളുടെ കാലം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ടീമായി പ്രവർത്തിക്കാൻ മോദിയും പറയുന്നു. അവിടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് മോദി ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്തായാലും തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയില്ല, നാളെയും പോയി എന്തെങ്കിലും അധികരിച്ചു പറഞ്ഞ് തോൽവി നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരുതരം സന്ധി ചെയ്യൽ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്ഥാപിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ. ഞാനിവിടെ പറയുന്നത് കേരളത്തോട് അവഗണനയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. ഇപ്പോൾ കടത്തെപ്പറ്റി പറഞ്ഞു. GSTPയുടെ എത്ര % സ്റ്റേറ്റുകളുടെ കടമെന്നതിന് അഖിലേന്ത്യാ കണക്കുണ്ടല്ലോ. അത് 58.8. അല്ലല്ല പ്രകാശ് മാഷ്, ഇനി അത്തരം കണക്കുകളിലേക്ക് പോകാൻ സമയമില്ല. നാളത്തെ സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ പറ്റി ഒറ്റ വാചകത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച നിർത്താം. ഇല്ല പ്രകാശ് മാഷ്, സമയമില്ല. ഇവിടെ ഒറ്റ കാര്യം ഞാൻ പറയാം. ഞങ്ങള് കേരളത്തിന് വേണ്ടി ഈ സമരം നടത്തും. കോൺഗ്രസിന്റെയും BJP-യുടെയും കൂടെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ വരും. കാരണം ഇത് അർഹതപ്പെട്ട് നേടിയെടുക്കാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും തുടരും. ഈ കാര്യം നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. പിന്നെ കേന്ദ്രത്തിന് ധനമാനേജ്മെന്റിനെ പറയണ്ട. 20 നാളത്തെ പ്രസംഗം വേണു ഉൾപ്പെടെ കേരളം മുഴുവൻ കേൾക്കണം. ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നാളത്തെ ഡൽഹിയിലെ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ RSS എന്നോ നേരിട്ട് തൊടുക്കുന്ന ഒരു തരത്തിലുള്ള വാക്കുകളും ഉണ്ടാകില്ല. തികച്ചും പ്രതിരോധത്തിൽ മാത്രമേ അദ്ദേഹം നാളെ പ്രസംഗിക്കുള്ളൂ. ശരി